പ്രിയപ്പെട്ടവരെ, യാത്രയുടെ ആത്മീയത എന്ന വിഷയം ആസ്പദമാക്കി ഈ സെഷനിൽ ചർച്ച ആരംഭിക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ശ്രീ ഷൗക്കത്ത്, ശ്രീ KT സൂപ്പി എന്നിവരാണ്. അവരെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ നന്ദി അറിയിക്കുന്നത് ഇസ്മയിലാണ്. ഇസ്മയിലിനെ ഉൾപ്പെടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യാത്രയും ആത്മീയതയും എന്ന സവിശേഷമായ ഒരു വിഷയത്തിലാണ് ഏതാനും സമയം യാത്രയുടെ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിക്കുകയും മലയാളത്തിന് ഹിമാലയം യാത്രകളുടെ പുസ്തകമെന്ന മനോഹരമായ ഒരു പുസ്തകം കൈരളിക്ക് സംഭാവന ചെയ്ത എഴുത്തുകാരനും യാത്രികനും ഒക്കെയായ ഷൗക്കത്തിനോടൊപ്പം നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഷൗക്കത്തുമായി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ആഹ്ലാദകരമായ ഒരനുഭവമായിരിക്കും. എപ്പോഴും വർഷങ്ങളായി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സംഗമത്തിൽ അതിൻ്റേതായ ഒരു ഫോമലായ രീതി അവലംബിച്ച് എങ്ങനെ വർത്തമാനം പറയണമെന്നുള്ള ഒരു പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഏതായാലും തുടക്കമെന്നോണം യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ വിശ്വപ്രശസ്തനായ ജപ്പാനീസ് കവി മത്സോ ബാഷോവിൻ്റെ അദ്ദേഹം ജപ്പാനീസ് സാഹിത്യത്തിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ വിശേഷപ്പെട്ട ഒരു ഗദ്യകൃതിയുണ്ട്. അത് ഇംഗ്ലീഷ് ഉൾപ്പെടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകം മലയാളത്തിലേക്കാക്കാനുള്ള ഒരു സൗഭാഗ്യം വ്യക്തിപരമായി എനിക്കുണ്ടായിട്ടുണ്ട്. ഭാഷോ യാത്ര എന്ന പേരിലുള്ള പുസ്തകം ഇപ്പോൾ അതിൻ്റെ 3-ാം പതിപ്പ് മലയാളത്തിൽ ഒലിവ് പബ്ലിക്കേഷൻസ് എന്ന് ഇറക്കിയത്. അതിപ്പോൾ നല്ല ഒരു വായന ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരു പുസ്തകമാണ് ബാഷോവിൻ്റെ യാത്ര. എനിക്ക് പലപ്പോഴും ഷൗക്കത്തിൻ്റെ യാത്രയെ ബാഷോവിൻ്റെ യാത്രയായിട്ട് ഞാനിങ്ങനെ വ്യക്തിപരമായ രീതിയിൽ എൻ്റേതായ ഒരു അനുഭൂതിയിലൂടെ ഞാൻ ഇങ്ങനെ അതിനെ സമന്വയിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ബാഷോ ജപ്പാനിലെ പലയിടങ്ങളും സഞ്ചരിച്ചതും കണ്ടതൊക്കെ സവിശേഷമായ ഒരു രീതിയിലായിരുന്നു. ഇപ്പോൾ ഷൗക്കത്തിൻ്റെ ഹിമാലയം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് ഹിമാലയ അനുഭവ യാത്രാ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഷൗക്കത്തിൻ്റെ ഹിമാലയ യാത്രയുടെ പുസ്തകം അത് അവിടെയുള്ള ഓരോ ഇടങ്ങളും നമ്മൾ പലപ്പോഴും കേട്ട പല ഇടങ്ങളെക്കുറിച്ച്, കേദാർ അതുപോലെയുള്ള ഒരുപാട് ഇടങ്ങളെക്കുറിച്ച് അവിടെയുള്ള ഷൗക്കത്തിൻ്റെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളൊക്കെ തന്നെ അതുവരെ ഇല്ലാത്ത ഒരു വഴിയിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഷൗക്കത്തിൻ്റെ ഹിമാലയ യാത്ര ഗുരുനിത്യയുടെ വിയോഗത്തിന് ശേഷമുള്ള ഒരു പ്രത്യേക കാലത്താണ്, അദ്ദേഹത്തിൻ്റെ 41 ദിവസമൊക്കെ കഴിഞ്ഞുള്ള ഒരു കാലത്താണ് സംഭവിക്കുന്നത്. അത് നേരത്തെ കാലത്തെ പ്ലാൻ ചെയ്ത ഒരു യാത്രയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതങ്ങനെ സംഭവിച്ചൊരു യാത്രയായിരുന്നു. ഗുരു മലയാളത്തിൽ ഗുരുവിൻ്റെ യാത്രാ അനുഭവം കലാകൗമുദിയിൽ എഴുതി വായിച്ച യതിയുടെ യാത്രയുടെ ആ ഒരു
അനുഭവങ്ങളുള്ളവരാണ് വായനക്കാർ എന്ന നിലയ്ക്ക് നമ്മൾ പലരും. ഗുരു ആ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നൊരു കാലത്ത് കനകമലക്കടുത്തൊരു ഒരിടത്ത് വെച്ച് ഗുരു ജപ്പാനിലും മറ്റുമുള്ള പല പ്രദേശങ്ങളുടെയും കാഴ്ചാനുഭവങ്ങളുടെ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ഗുരു പറഞ്ഞിരുന്നു, ഇവിടങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് എവിടേക്ക് പോയാലും ആത്യന്തികമായി ഞാൻ എന്നിലേക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. യാത്ര എന്നിലേക്ക് തന്നെയായിരിക്കും ഓരോ യാത്രയും. ഓരോ യാത്രികനും ആത്യന്തികമായി അവനിലേക്ക് തന്നെ യാത്ര ചെയ്യുന്നു എന്നുള്ള ഒരു ബോധം ഗുരുവിൻ്റേതായ രീതിയിൽ ഗുരു പറഞ്ഞു വെച്ചൊരു അനുഭവത്തിൽ നിന്ന് ഷൗക്കിനോട് ചോദിക്കുകയാണ്, ഇത് ഷൗക്കുവിൻ്റെ യാത്ര പലയിടങ്ങളിലും പോയി, ഇന്ത്യ ഏകദേശം എല്ലായിടങ്ങളിലും പോയിട്ടുണ്ട്, അമേരിക്കയിൽ പോയിട്ടുണ്ട്, ഗൾഫിലെ പല രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗുരു പറഞ്ഞ ആത്യന്തികമായ യാത്ര നമ്മളിലേക്ക് തന്നെയാണോ, ആ അനുഭൂതിയെ, ആ ഒരു സൗന്ദര്യത്തെ കൂടി ഇണക്കിക്കൊണ്ട് ഷൗക്കുവിൽ നിന്ന് ഹൃദയമൊഴികൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓഡിയൻസും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ നിലയ്ക്ക് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഒരു 30 വർഷമായിട്ടുള്ള ബന്ധമാണ് സൂപ്പി മാഷായിട്ടുള്ളത്. ഞാനിങ്ങനെ ഗുരുവിൻ്റെ മരണം കഴിഞ്ഞ് അലഞ്ഞു നടക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഇനി എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ കുറ്റ്യാടിയിലുള്ള സൂപ്പി മാഷ വീട്ടിലേക്ക് പോവാം. എനിക്ക് തുറന്നിട്ട വാതിലുകളുള്ള കുറേ കുടുംബങ്ങളുണ്ട്. അങ്ങനെ സൂപ്പി മാഷ വീട്ടിൽ ചെല്ലും. ഞങ്ങൾ ആ ഉമ്മറത്ത് സൂപ്പി മാഷ ഒരു ചാരു കസേരയിൽ കിടക്കും, ഞാനൊരു കസേരയിലിരിക്കും. മുറ്റത്ത് നല്ലൊരു മുല്ലപ്പൂമരമുണ്ട്, അതിൽ നിറയെ മുല്ല ഉണ്ടാവും, ആകാശത്ത് നക്ഷത്രങ്ങളുണ്ടാവും. ആ മുല്ലപ്പൂവിനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കി ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ കുറച്ചാണ്. വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ചിന്തകൾ, വ്യക്തി കേന്ദ്രീകൃതമായ ചിന്തകൾ, അതിനേക്കാൾ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് പ്രകൃതിയെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചൊക്കെയാണ്. ഞാൻ ഈ വിഷയം, യാത്രയുടെ ആത്മീയത എന്ന് പറയുന്ന ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ ഈ ടൈറ്റിൽ കേട്ടിട്ട് എന്നോടൊരു സുഹൃത്ത് ചോദിച്ചത്, ഇയാൾക്ക് ഈ ആത്മീയതയല്ലാതെ ഒന്നും പറയാനില്ലേ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ആ വാക്ക് ഇപ്പോൾ ദൈവം എന്ന് പറയുന്ന വാക്ക് പോലെ, ആത്മാവ് എന്ന് പറയുന്ന വാക്ക് പോലെ ഒരുപാട് നിഷേധാത്മകത നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ തന്നെയാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊരു വാക്ക് ഉപയോഗിക്കുമ്പോഴും നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്ന് ആദ്യം പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന് പറഞ്ഞാൽ എസ്തെറ്റിക് സെൻസ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കാരണം പച്ചയായിട്ടുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല. നമുക്കത്ര ആസ്വാദ്യകരമായ രീതിയിലല്ല ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യൻ്റെ വ്യക്തി ജീവിതമായാലും മനുഷ്യൻ്റെ ബന്ധങ്ങളായാലും എല്ലാം നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായി സംഘർഷത്തിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്ന ഒരു കാര്യം, നമ്മൾക്ക് ആഴത്തിൽ സ്നേഹമുള്ള ഒരാളെ പോലും നന്നായി സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശത്രുവിനെയല്ല, നമ്മളേറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യയാവാം, ഭർത്താവാം, കുട്ടികളാവാം, അവരോട് പോലും സ്നേഹത്തോടെ പെരുമാറാൻ പ്രയാസപ്പെടുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അത്രമാത്രമാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കാൻ പോലും നമുക്ക് നമ്മുടെ അറിവ് കൊണ്ട് സാധിക്കുന്നില്ല, നമ്മളുടെ പ്രയത്നങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല. പാരസ്പര്യത്തേക്കാൾ കൂടുതൽ സംഘർഷങ്ങളാണ്. അത് മനുഷ്യർക്കിടയിൽ മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും തമ്മിലും എല്ലാം ഉണ്ട്. അത് ഏറ്റവും പ്രിയപ്പെട്ടവർക്കിടയിലും അതിശക്തമാണ്. പിന്നെ നമ്മളുടെ ജീവിതത്തെ
ഈ സംഘർഷത്തെ, ഈ കുറവുകളെ പൂരിപ്പിക്കുന്നത് കവിത കൊണ്ടാണ്, സംഗീതം കൊണ്ടാണ്, സങ്കല്പങ്ങൾ കൊണ്ടാണ്, ആശയങ്ങൾ കൊണ്ടാണ്, വിശ്വാസം കൊണ്ടാണ്, എസ്തെറ്റിക് സെൻസ് കൊണ്ടാണ്. ഇതൊക്കെ ശരിയാകും എന്നുള്ളൊരു വിശ്വാസം, സ്നേഹമെന്ന് പറയുന്നത് അനശ്വരമാണെന്നുള്ള വിശ്വാസം, ഇങ്ങനെ ഒരു ഭാവനയെ സൃഷ്ടിച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തെ കുറച്ചുകൂടി ഹൃദ്യമാക്കി തീർക്കുന്നത്. നാളെ മനുഷ്യരെല്ലാവരും പരസ്പരം നല്ല സൗഹൃദത്തിലും പാരസ്പര്യത്തിലും വരും എന്ന ഒരു ലക്ഷ്യത്തെ മുമ്പിൽ വെച്ചാണ് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടുന്നത് പോലും. പക്ഷെ ഇങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ പോലും, ഇത്രയും ഉദാത്തമായ സങ്കല്പത്തോടെ കൂടിയിരിക്കുമ്പോൾ പോലും, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അറിയാതെ അടുത്ത ആളുടെ തോള് നമ്മുടെ തോളിലൊന്ന് തട്ടിയാൽ ഉടനെ നമ്മൾ അയാൾ തുറിച്ചാണ് നോക്കുക. അറിയാതെ ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരിക്കലും പീസ്ഫുൾ അല്ല. നമ്മളുടെ ഒരു ശരീരത്തിൽ പോലും ഒരാൾ അറിയാതെ തൊട്ടാൽ പോലും അയാളോട് സൗമ്യമായി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു DNA സിസ്റ്റമല്ല നമുക്കുള്ളത്. അത്രമാത്രം കുറഞ്ഞവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് യാത്ര ആവശ്യമായിട്ട് വരുന്നത്. നമ്മളിൽ മാത്രം ഉറച്ചുപോയ നമ്മളെ അതിൽ നിന്നൊന്ന് വിടർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ സുപ്പിമാഷിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. ആദ്യമായിട്ട് ഗുരുനിത്യയെ കണ്ടപ്പോൾ എനിക്കറിയില്ല, ഞാൻ ചെറിയ പ്രായമാണ്, എനിക്കൊരു 17 വയസ്സേ ഉള്ളൂ. അദ്ദേഹം അന്ന് കേരളത്തിൽ അത്രമാത്രം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ആദ്യം എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ചേർത്ത് എന്നെ അടുത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞത്, മുറുക്കി പിടിച്ചോട്ടാ, വിടണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നീട് ഓർക്കുകയാണ്, അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ എന്നിൽ നിന്ന് അകറ്റി നിർത്തിയതോ അല്ലെങ്കിൽ എന്നിൽ നിന്ന് അകന്ന് നിൽക്കുന്നതോ ആയ എന്നെ ഞാൻ ചേർത്ത് പിടിച്ചതുപോലെയാണ്. എന്തൊക്കെയോ കാരണങ്ങളാൽ ഞാൻ എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ്. എന്തൊക്കെയോ കാരണങ്ങളാൽ ഞാൻ എന്നെ വേണ്ട വിധം ചേർത്ത് പിടിക്കുന്നില്ല. ഏതൊക്കെയോ തരത്തിലുള്ള അപകർഷതാബോധത്താലും ഇൻഫിയോരിറ്റി കോംപ്ലക്സിനാലും കുറഞ്ഞവൻ എന്ന ഒരു ഫീലിനാൽ, ഇതൊന്നും നമുക്ക് സമൂഹം കൽപ്പിച്ചു തന്നത് മാത്രമല്ല, ജനറ്റിക്കലി നമുക്കുള്ളതാണ്. ആരെങ്കിലുമൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് തോന്നുന്ന ജീവിക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. ആരെങ്കിലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട പോലെ തോന്നും. ഞാൻ ഹിമാലയത്തിൽ പോയപ്പോൾ ഒരു സീസണല്ലാത്ത സമയത്ത് ഹിമാലയത്തിൽ പോയ സമയത്ത് ആരുമില്ല ഹിമാലയത്തിൽ. അതുകൊണ്ട് ഒരു ആശ്രമത്തിലൊരു സ്വാമി ഇരിക്കാം. അപ്പോൾ സ്വാമി ഞങ്ങളോട് പറഞ്ഞത്, ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് പോയത്, വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു സ്വാമിയാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, ആരും ആശ്രമത്തിൽ വരാത്ത ദിവസം മരിച്ചതുപോലെയാണ്. ആരെങ്കിലും ഒരാൾ വന്ന് കാലിൽ നമസ്കരിക്കുമ്പോഴാണ് ഞാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറ്. നമ്മളിത് കേൾക്കുമ്പോഴൊക്കെ ചിരിക്കും. നമ്മളും അങ്ങനെ തന്നെയാണ്, മനുഷ്യൻ അങ്ങനെയാണ്. അപ്പുറത്തിരിക്കുന്ന ഒരാൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നാം കൊള്ളാവുന്നൊരു മനുഷ്യനാണെന്ന് തോന്നുള്ളൂ. നമ്മുടെ സമരങ്ങളും നമ്മുടെ യാത്രകളും എല്ലാം അതാണ്. ഗുരുനിത്യയുടെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ വളരെ ആഴത്തിൽ യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഇന്നും എന്നോടൊരാൾ ചോദിക്കുകയാണെങ്കിൽ, നിത്യയിൽ നിന്ന് നിന്നെ ഏറ്റവും സ്പർശിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, അദ്ദേഹം അന്ന് എന്നെ ചേർത്ത് പിടിച്ചതാണെന്നാണ് പറയുക. കാരണം നമ്മളുടെ എല്ലാ അറിവും നമ്മളെ കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആരെയെങ്കിലും ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്നതിലേക്കും നമ്മളെ ആരെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്നതിലേക്കുമാണ്. ഗുരുനിത്യ മരിച്ച സമയത്ത് ഇനി എന്ത് എന്നൊരു ചോദ്യം. കാരണം മുൻപോട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല എനിക്ക്, ഞാൻ അസ്വസ്ഥനൊന്നുമല്ല. പക്ഷെ ഇനി എന്താണ് ചെയ്യേണ്ടത്? അന്ന് ഒരുപക്ഷെ കേരളത്തിലുള്ള അത്യാവശ്യം ചിന്തിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരുടെ ഒരു യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെ എപ്പോഴും ഉള്ളിലുള്ളതാണ്. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു യാത്രയിൽ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹിമാലയം എന്ന് തന്നെയാണ് ആദ്യം ഉള്ളിൽ വരിക. ഹിമാലയത്തിൽ ഞാൻ ആദ്യമായിട്ട് ഹിമാലയത്തിൻ്റെ മുകളിൽ ചെന്ന്
ആദ്യം പോകുന്നത് യമുനോത്രിയിലാണ്. യമുനോത്രിയിൽ പോയി ചുറ്റുമുള്ള അതിരുകളില്ലാത്ത ഹിമാവൃതമായിട്ടുള്ള ആ ഒരു ഗിരിശൃംഗങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ നിന്നപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ പ്രസക്തനല്ലാതായി മാറിയത്. ബാക്കിയെല്ലാം ഞാൻ തത്വചിന്ത പഠിക്കുമ്പോഴും പലതരത്തിലുള്ള രാഷ്ട്രീയം പറയുമ്പോഴും ഒക്കെ ഞാൻ എൻ്റെ എന്ന് പറയുന്നത് വളരെ കേന്ദ്രമായി മാത്രം ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുക, എൻ്റെ ആശയത്തിനനുസരിച്ച് ജീവിക്കുക, ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് മാത്രം സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ എന്നെയും എൻ്റേതിനെയും മാത്രം കേന്ദ്രമാക്കി ജീവിച്ചിരുന്ന ഒരു മനസ്സ് പ്രകൃതിയുടെ ഒരു വിശാലതയ്ക്ക് മുൻപിൽ അഴിഞ്ഞു വീഴുന്ന ഒരു അനുഭവം ഉണ്ടായി. അവിടെ വെച്ചാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത്. അവനവനിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ അവനവനിൽ നിന്ന് തിരിയുക എന്നാണ് അർത്ഥം. അവനവനിലേക്ക് തിരിയാൻ നമ്മളോട് ആരും പറയേണ്ടതില്ല. കാരണം നമ്മളിലാണ് ജീവിക്കുന്നത്. നമ്മളുടെ കേന്ദ്രം നമ്മൾ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതും നമ്മളെ മാത്രമാണ്. പക്ഷേ പ്രകൃതിയുടെ ഒരു വിശാലതയുടെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അറിയാതെ നമുക്ക് മുകളിലുള്ള പിടി അഴിഞ്ഞു വീഴുകയും ഈ പ്രകൃതിയെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതി മുഴുവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഉള്ള് നമുക്കുണ്ടായി വരികയും ചെയ്യും. ഒരേ സമയം രണ്ട് അനുഭവം. ജലാലുദ്ദീൻ റൂമിയെയാണ് ഞാൻ എപ്പോഴും ഓർക്കുക. ജലാലുദ്ദീൻ റൂമി പറയുന്ന, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട്, ഒരു വചനമുണ്ട്. ഞാൻ കടലിലെ ഒരു തുള്ളി ജലമല്ല, ഞാൻ ഒരു തുള്ളി ജലത്തിലെ കടലാണ്. റൂമി പറയുന്നതാണ്. നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ആദ്യമായിട്ടൊരു ഹിമാലയത്തിൻ്റെ ഒരു ദൃശ്യം കാണുമ്പോൾ അനുഭവിക്കുന്നത് രണ്ട് അനുഭവമാണ്. ഒന്ന്, ഞാൻ ഒന്നുമല്ല എന്നൊരു നിസ്സാരത, വളരെ നൈമിഷികമായ അനുഭവമാണെങ്കിൽ പോലും നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ, ചെറിയൊരു മലയുടെ മുകളിൽ കയറി താഴത്തേക്ക് നോക്കിയാൽ തന്നെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്, എന്തിനാ നമ്മളിങ്ങനെയൊക്കെ കളിക്കുന്നതെന്ന്, നമ്മൾ ഇത്തരം നിസ്സാരരല്ലേ എന്ന്. ഒരേ സമയം നമ്മുടെ നിസ്സാരതയെയും അതേസമയം ആ ഒരു പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നമ്മുടെ ബോധത്തിൽ നിറയ്ക്കുന്ന ഒരു മഹിമയുണ്ട്. നമ്മളെ പ്രകൃതി മുഴുവൻ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു ഫീല് നമുക്കുണ്ടാവും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ എത്ര നല്ല മനുഷ്യരാണ് എന്ന് നമ്മളെ അനുഭവിപ്പിക്കുന്ന ഒരു ആനുഭൂതിക ലോകവും നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഒരു ഭാഗത്ത് നമ്മളുടെ ഏറ്റവും ചെറിയ മനുഷ്യരാണ്, നമ്മളൊരു മൺതരി പോലുമല്ല എന്ന് പറയുന്ന ഒരു നിസ്സാരതയും, അതേസമയം ഞാൻ തന്നെ ഈ പ്രപഞ്ചമാണ്, ഞാനൊരു വെളിച്ചാണ്, ഞാൻ കൊള്ളാവുന്നൊരു ജീവിയാണ് എന്ന് അനുഭവിപ്പിക്കുന്ന ഒരു അനുഭൂതിയും കൂടി ചേർന്ന് വരുന്ന ഒരു അനുഭവമുണ്ട്. അതൊരു വിനയം എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു മൊമെൻ്റായിട്ടാണ് എനിക്കപ്പോഴത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഹിമാലയത്തിൽ യാത്ര ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതുവരെ കണ്ണടച്ചിരുന്നും ധ്യാനിച്ചും പലതരത്തിലുള്ള തത്വചിന്തകളിലൂടെ യാത്ര ചെയ്തും എന്നിലേക്ക് കൂടുതൽ ആഴത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്ന എൻ്റെ ബോധത്തിലേക്ക് ഒരു പക്ഷേ ഗുരുനിത്യയുടെ കൂടെ 4-5 വർഷം ഒരുമിച്ച് ജീവിച്ചപ്പോഴുണ്ടായ അറിവ് കുറച്ചും കൂടി തെളിഞ്ഞു കിട്ടിയത് ഹിമാലയത്തിൽ പോയതുകൊണ്ടാണ്. കാരണം അവിടെ മനുഷ്യനുമായി ഇടപഴകുന്നത് കുറവായിരുന്നു. മനുഷ്യനേക്കാൾ കൂടുതൽ പ്രകൃതിയുമായിട്ട് ഇടപഴകുകയാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ഒറ്റയ്ക്ക് നടക്കുക, ഇപ്പോൾ വിജനതകളിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഞാനും പ്രകൃതിയും മാത്രമായിട്ടുള്ള ഒരു ലോകത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെളിച്ചമുണ്ട്. അപ്പോൾ അവിടുന്ന് തിരിച്ചറിഞ്ഞ ഒരറിവ്, മനുഷ്യ കേന്ദ്രീകൃതമായി മാത്രം ചിന്തിക്കുന്ന ബോധമാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. വ്യക്തി കേന്ദ്രീകൃതവും മനുഷ്യ കേന്ദ്രീകൃതവും മാത്രം ചിന്തിക്കുന്ന ബോധത്തിൽ നിന്ന് പ്രകൃതി കേന്ദ്രീകൃതമെന്നോ പ്രപഞ്ച കേന്ദ്രീകൃതമെന്ന് പറയുന്ന ഒരു വിശാലതയിലേക്ക് നമ്മളൊന്ന് ഉണർന്നാലാണ് നമുക്ക് അപ്പുറത്തിരിക്കുന്ന ഒരാൾ നമ്മുടെ തോളിൽ തട്ടുമ്പോൾ
സാരല്ല, അത് അയാൾ അറിയാതെ തട്ടിയതായിരിക്കുമെന്ന് പറഞ്ഞ് ഒരു സൗമ്യതയോടുകൂടി അയാളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഉള്ളു നമുക്കുണ്ടാവുക. തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ മര്യാദയോടെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ഒരു പ്രപഞ്ചാവബോധം ഉണ്ടാവേണ്ടതുണ്ട് എന്നും മനുഷ്യരിൽ മാത്രം കെട്ടപ്പെട്ട് കിടക്കുന്ന മനസ്സ് എപ്പോഴും അവനവനിൽ ഇടുങ്ങിപ്പോകുന്ന മനസ്സായിരിക്കുമെന്നും എന്നെ പഠിപ്പിച്ചതും അനുഭവിപ്പിച്ചതും ഹിമാലയമാണ്. ഒരു ചെറിയൊരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. എന്നോട് പലരും ചോദിക്കും, ഹിമാലയത്തിൽ പോയിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ അവിടെ തപോവനത്തിൽ പോയ സമയത്ത് കണ്ടുമുട്ടിയ ഒരു യോഗി. ഇപ്പം ഞാനും ഗായത്രിയും കൂടിയാണ് പോകുന്നത് മുകളിലേക്ക്. തപോവനത്തിലെത്തുമ്പോൾ കാലൊക്കെ പൊട്ടി, ഞാൻ ചെരിപ്പൊക്കെ ഇട്ടിട്ടാണ് യാത്ര. ആദ്യമുള്ള യാത്രയാണ്, വേണ്ട തണുപ്പിനുള്ള വസ്ത്രങ്ങളൊന്നുമില്ല. അപ്പം തണുത്ത് പറിച്ച് കാലൊക്കെ പൊട്ടി ചുണ്ടൊക്കെ പൊട്ടി ദാഹിച്ച് വലഞ്ഞാണ് മുകളിലെത്തുന്നത്. അവിടെ ഈ ഒരു മനുഷ്യൻ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഒരു കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു കുടിലാണ്. അപ്പോൾ ഞങ്ങൾ കയറി ചെന്ന് നടന്ന് ചെല്ലുമ്പോൾ ആളവിടെ പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ടതും ആൾ അകത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾക്കുള്ളിൽ ഭയങ്കര നിരാശയായി. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയിട്ട് വേണം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കിട്ടാൻ. ആ ആൾ ഞങ്ങളെ കണ്ടപ്പോൾ ഉടനെ അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഭയങ്കര വിഷമായി. പക്ഷെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. നേരെ പോയി ആ ഒരു കരിങ്കല്ല് കൊണ്ടുള്ള ഒരു ചെറിയൊരു ബെഞ്ച് പോലെയുണ്ട്, അവിടെ ഇരുന്നു. അവിടെ ക്ഷീണിച്ച് കതച്ച് ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നു. ഒരു പാത്രത്തിൽ 2 കപ്പ് ചൂടുവെള്ളം, 2 കപ്പ് ചായ, 2 കപ്പിൽ കടല പുഴുങ്ങിയത്, ഇത് 3ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് അദ്ദേഹം അത് ഞങ്ങൾക്ക് തന്നു. ഒന്നും സംസാരിക്കുന്നില്ല, കഴിക്കാൻ പറഞ്ഞു. ഇത്രയും സ്വാദോടുകൂടി ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് അദ്ദേഹം പുറത്ത് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഇരിപ്പുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കാല് കഴുകാൻ, കൈകൊണ്ടാണ് ആംഗ്യം കാണിക്കുന്നത്. അപ്പോൾ ഈ കാലൊക്കെ പൊട്ടി ചോര ഒലിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഇളം ചൂട് വെള്ളത്തിൽ കഴുകി. അങ്ങനെ അദ്ദേഹം എന്നിട്ട് മെല്ലെ ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ടൊരു റൂം കാണിച്ചു തന്നു. ആ റൂമിൽ 2 ബെഡുണ്ട്. അതിലെല്ലാം 15-20 കമ്പിളി അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം, ഇതാണ് നിങ്ങൾക്ക് കിടക്കാനുള്ളത് എന്നിങ്ങനെ ആംഗ്യത്തിലാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എല്ലാം കറങ്ങിയിട്ട് വരെ ഇവിടെയാണ് നിങ്ങളിന്ന് താമസിക്കുക. ഞങ്ങളവിടെ മുഴുവൻ കറങ്ങി 2 ദിവസം കഴിഞ്ഞാണ് തിരിച്ചിറങ്ങുന്നത്. തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള യോഗിമാരെ കണ്ടാൽ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടീസ് എന്താണ്, എന്ത് സാധനയാണ് ചെയ്യാമെന്ന് ചോദിക്കും. അപ്പോൾ ചിലർ ധ്യാനം, ചിലർ ഹഠയോഗം, ചിലർ ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഇങ്ങനെ പലതും പറയും. അങ്ങനെ ഇദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, അങ്ങയുടെ സാധന എന്താണ്? അദ്ദേഹം പറഞ്ഞ മറുപടി, മര്യാദയാണ് എൻ്റെ സാധന എന്നാണ്. അപ്പം ഇത്രയും ഒരു വിശാലമായിട്ടുള്ള ഒരു അവബോധം ആ മനുഷ്യനിൽ പ്രതിഫലിച്ചത് ഞങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിയതിലൂടെയാണ്. ഇപ്പോൾ ഹിമാലയത്തിൽ നിന്ന് പോയി തിരിച്ചു വന്നിട്ട് നിനക്ക് എന്താണ് മാറ്റമുണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത്, മുമ്പൊക്കെ ഞാൻ ഈ ഒരു യോഗിയെ കണ്ടുമുട്ടുന്നതിന് മുൻപ് കാരമടയിൽ ആരെങ്കിലും ഉച്ചയ്ക്ക് കയറി വന്നാൽ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിക്കും. പക്ഷെ ഇദ്ദേഹത്തെ കണ്ടതിന് ശേഷം ആര് ഉച്ചയോടടുത്ത സമയത്ത് വന്നാലും നേരെ അവർ അടുക്കളയിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം വിളമ്പിക്കൊടുക്കും. ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നതെന്ന് പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ കാണുന്നതിന് മുൻപ് ആരെങ്കിലും കാരമടയിൽ വരുമ്പോൾ ചോദിക്കും, ഇന്ന് നിങ്ങളിവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇദ്ദേഹത്തെ കണ്ടതിന് ശേഷം ആര് കാരമടയിൽ വന്നാലും നേരെ അവരെ കൊണ്ടുപോയി മുറി കാണിച്ചു കൊടുക്കും. ഇവിടെയാണ് കേട്ടോ നിങ്ങൾക്ക് താമസിക്കാനുള്ള മുറി. അപ്പോൾ അവർ പറയുകയോ, ഇല്ല ഞങ്ങളിന്ന് താമസിക്കുന്നില്ല എന്ന് പറയും. ഇപ്പോൾ ഞാൻ പഠിച്ചൊരു പാഠം, നമ്മുടെ മുമ്പിൽ വരുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ അവർ നമ്മളോട് ചോദിക്കാതെ തന്നെ അറിയാനുള്ള ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്മളെ തൊട്ട് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നിടത്തല്ല നമ്മൾ നമ്മളെ തൊടുക. നമ്മളുടെ ആവശ്യങ്ങൾ എത്ര നിവർത്തിച്ചാലും നമുക്ക് നമ്മളെ തൊടാൻ പറ്റില്ല, നമ്മളിലേക്ക് തിരിയാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിൻ രൂപപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. നമുക്ക് നമ്മളെ സ്പർശിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആരെയെങ്കിലും എന്തിനെയെങ്കിലും നമ്മൾ തൊടണം.
ഒരു പൂവിനെ തൊട്ടാൽ മതി, ഒരു പൂച്ചയെ തലോടിയാൽ മതി, ഒരാളെ നോക്കി ചിരിച്ചാൽ മതി, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ തൊടാൻ പറ്റൂ. പക്ഷെ മനുഷ്യർ മുഴുവൻ ശ്രമിക്കുന്നത് അവരവരവൻ മാത്രം കേന്ദ്രമാക്കി തൊട്ട് ജീവിക്കാനാണ്. പക്ഷെ നമ്മളെന്നും വിരസത അനുഭവിക്കും. അതുകൊണ്ട് എന്നാണോ നമ്മളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കുന്നത്, അപ്പോഴാണ് നമ്മൾ നല്ല യാത്രികരാവുക എന്നും, എപ്പോഴാണോ നമ്മളുടെ അടുത്തിരിക്കുന്ന മനുഷ്യരെയും മറ്റു ജീവികളെയും തൊട്ടു തുടങ്ങുന്നത്, അപ്പോഴാണ് നമ്മളെ തൊട്ടു തുടങ്ങുക എന്നും പഠിപ്പിച്ചത്, അനുഭവിപ്പിച്ചത് ഹിമാലയൻ യാത്രകൾ, അതുപോലെയുള്ള യാത്രകളാണ്. നമസ്കാരം. ഇനി അടുത്തൊരു മാഷ് എന്നോട് ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, കാരണം മാഷ് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കവിയാണ്, നല്ല അധ്യാപകനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മര്യാദ ജീവിതത്തിൽ എപ്പോഴും പുലർത്തുന്ന ഒരു സാന്നിധ്യമാണ്. എൻ്റെ അത്രമാത്രം ആത്മസുഹൃത്താണ്. ഞങ്ങൾ ഫേൺഹില്ലിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. മാഷ് ബാഹ്യമായ യാത്രകൾ വളരെ അധികം ചെയ്തിട്ടില്ലെങ്കിലും ആന്തരികമായിട്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ഈ ഭാഷയെയും യാത്രയെയും കുറിച്ച് മാഷ് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പുസ്തകം വിവർത്തനം ചെയ്യാൻ, അല്ലെങ്കിൽ ഭാഷയെ പോലെയുള്ള ഒരാൾ അത്ര ഒരു കുഞ്ഞു സൗന്ദര്യ ദർശനം ഇത്രമാത്രം സ്വാധീനിക്കാൻ ഉണ്ടായ ഒരു കാരണം കൂടി മാഷ് പറഞ്ഞിട്ട് പിന്നെ എന്നോട് എന്തെങ്കിലും ചോദിക്കും. നമസ്കാരം. ഷൗക്കു എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതാണ്. പക്ഷെ ഞാൻ ആ രീതിയിലേക്കുള്ളൊരു സെഷനായിട്ട് ഞാൻ ഇത് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് പറഞ്ഞതുപോലെ യാത്രയും ആത്മീയതയുമാണ്. അപ്പോൾ അതിൽ ഷൗക്കു പറഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അതൊക്കെ ചിലപ്പോൾ അതിൽ സ്വാഭാവികമായും വന്നു ചേരുന്നുണ്ടെങ്കിൽ വന്നു ചേരട്ടെ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ ശ്രമിക്കുന്നത് ഈ ഒരു സെഷൻ്റെ സമയത്തിൻ്റെ സിംഹഭാഗവും ഷൗക്കത്തിന് തന്നെ കൊടുക്കാനാണ്. അതിൽ ഇപ്പോൾ ഷൗക്കു പറഞ്ഞു വെച്ചിടത്തിൽ ആ യോഗിയെ കണ്ട ആ ഒരു മുഹൂർത്തം, അതിനുശേഷം ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് വരുന്ന ഒരാളോട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഭക്ഷണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിന്നിവിടെ തങ്ങുമെന്ന് ചോദിച്ചിട്ടില്ല. അവർക്കുള്ള കിടക്കാനുള്ള കിടപ്പിടം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്ന ആ ഒരു മൊമെൻ്റ് എന്ന് ഉണ്ടല്ലോ, ആ ഒരു അല്ലെങ്കിൽ അത് ഷൗക്കത്ത് എന്ന് പറയുന്നൊരു മനുഷ്യരിലുണ്ടാക്കിയൊരു മാറ്റം, ആ മാറ്റത്തെക്കുറിച്ചാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യാത്രകളിലൂടെ നമ്മൾ ഇതുവരെയും കണ്ടുമുട്ടാത്തവരെ, അല്ലെങ്കിൽ നമ്മൾ അനിവാര്യമായും കണ്ടുമുട്ടേണ്ടുന്ന ചില പേഴ്സണാലിറ്റീസിനെ, വ്യക്തികളെ കൂടി കണ്ടുമുട്ടാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്ന് വേറെ രീതിയിൽ പറഞ്ഞാൽ, ഞാൻ കുറച്ചൊരു ഫിലോസഫിക്കലായിട്ട് ഇതിനെ കാര്യങ്ങൾ എടുക്കുമ്പോൾ, ഇപ്പോൾ പ്രശസ്തനായ പിന്നെ ഡച്ച് ദാർശനികൻ സോറൻ കീർക്കെഗാർഡിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വിഭാവനയിലുള്ള ചില മനുഷ്യരുണ്ട്, മനുഷ്യരിങ്ങനെ ആയിരിക്കണം. അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ വളരെ വാല്യുബിൾ എന്നിവിടെ പറയുമ്പോൾ അത്രയും മൂല്യങ്ങളുടെ പ്രകാശനം, കരുണയുടെ പ്രകാശനം, സത്യത്തിൻ്റെ പ്രകാശനം, ഇതൊക്കെയാണല്ലോ നമ്മൾ ഒരു വ്യക്തിയുടെ ഔന്നത്യം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു വ്യക്തി ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അത്രക്കു സാഹസികമായി അദ്ദേഹത്തെ കാണാൻ ഞാൻ പോകുമെന്ന് കീർക്കെഗാർഡ് പറയുന്നുണ്ട്. എനിക്ക് യോഗിയെ കണ്ട ഷൗക്കത്തിൻ്റെ ഈ അനുഭവം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വായനാനുഭവമാണ്. അപ്പോൾ ഈ യാത്രയിലുടനീളം മനുഷ്യരെ കാണുന്നു. പക്ഷേ ചില മനുഷ്യർ എന്താ പറയുക, അപൂർവമായൊരു ഹിമാലയ സാന്നിധ്യം പോലെ ഉയർന്നു നിൽക്കുന്നു മനുഷ്യർ. അതോടൊപ്പം ഷൗക്കത്തിനോട് ചോദിക്കുന്നത്, പ്രകൃതിയെ ശ്രദ്ധിക്കുമ്പോൾ, പ്രകൃതിയിലുള്ള മരങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ, മനുഷ്യരല്ലാത്ത മറ്റ് ജീവികളെ ശ്രദ്ധിക്കുമ്പോൾ, മനുഷ്യരെക്കാൾ മറ്റ് ജീവികൾ, ഇപ്പോൾ നായയായാലും പൂച്ചയായാലും വേറെ പക്ഷിയായാലും, അങ്ങനെ ഇതിൽ
ഏതെങ്കിലും നായയോ പൂച്ചയോ ഈ യോഗി തന്നതുപോലെയുള്ള എന്തെങ്കിലും അനുഭവം തന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിൽ വീണ്ടും ആ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മൾ ഹിമാലയത്തിൽ പോകുമ്പോഴൊരു പ്രത്യേകത, എപ്പോഴും നമ്മളുടെ കൂടെ പൊതുവേ ഒരു നായ ഉണ്ടാവും. ഞാനെപ്പോഴും പറയുക, ഈ മനുഷ്യൻ ആശയങ്ങളില്ലായിരുന്നെങ്കിൽ പെട്ടുപോകുമായിരുന്നൊരു ജീവിയാണ് മനുഷ്യൻ. വിശ്വാസങ്ങളും ആശയങ്ങളും ചിന്തയും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയും നിർജീവത അനുഭവിക്കുന്ന ഒരു ജീവി വേറെ ഉണ്ടാവില്ല. കാരണം ഞാൻ ഫേൺഹില്ലിലായിരിക്കുമ്പോഴും കാരമടയിലായിരിക്കുമ്പോഴും എപ്പോഴും പൂച്ചകളുടെ കൂടെ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഊട്ടിയിൽ ഫേൺഹില്ലിൽ ഗുരുവിന് 6 പൂച്ചകളുണ്ട് ഞാൻ കൂടെ താമസിക്കുമ്പോൾ. ഈ പൂച്ചകളിൽ നിന്ന് പഠിച്ചിട്ടുള്ളൊരു പാഠമെന്ന് പറയുന്നത്, ഈ പൂച്ചകൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പുറത്ത് പോയിട്ട് ഞാൻ വാതിൽ തുറക്കുമ്പോൾ 6 പൂച്ചകൾ അവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ടാവും ഗുരുവിൻ്റെ മുറിയിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ ഈ 6 പൂച്ചകളും ഓടി വരും. പാതി പേർഷ്യനും പാതി നാടനുമായ പൂച്ചകളാണ്. പുറത്തൊക്കെ പോയിട്ടാണ് അവർ ജീവിക്കുക. ഓടി വന്ന് ഒരാൾ നേരെ ഗുരു കാല് വെച്ചിട്ടുള്ള കുഷ്യനിൽ വന്ന് കിടന്നുറങ്ങും. ഒരാൾ മാറിയിരിക്കും. പലരും പല പൊസിഷനിലാണ് ഇരിക്കുക. ഓരോരുത്തർക്കും ഓരോ ബിസ്ക്കറ്റാണ് വേണ്ടത്. ഒരാൾക്ക് ടോപ്പ് ബിസ്ക്കറ്റ് വേണം, ആൾക്ക് ഉപ്പുരസമുള്ള ബിസ്ക്കറ്റാണ് ഇഷ്ടം. ഒരാൾക്ക് 50-50 ആണ്, ഒരാൾക്ക് റൂട്ട് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ ഓരോരുത്തർക്കും വേണ്ട ബിസ്ക്കറ്റ് ഗുരു വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇവരത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കും. അത് കഴിച്ച് അവർക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ ഓരോ സ്ഥലങ്ങളിൽ പോയി റിലാക്സ്ഡായിട്ട് അവിടെ കിടക്കും. ഗുരുവിനെ ചുറ്റിപ്പറ്റി അവർക്ക് ഇരിക്കണം എന്നേ ഉള്ളൂ. പലപ്പോഴും ഫേൺഹില്ലിലുള്ള പൂച്ച പ്രസവിക്കുന്നത് പോലും അദ്ദേഹത്തിൻ്റെ മുറിയിലാണ്. പ്രസവിക്കാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങളോടൊക്കെ പുറത്തു പോകാൻ പറയും ഗുരു. അത്രയും അവർക്ക് ഒരു എന്താ പറയുക, സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നൊരു സ്പേസായിരുന്നു. ഇത്തരം ജീവികളായിട്ട് അടുത്തിടപഴകി ജീവിച്ചപ്പോൾ, അത് നായകളായാലും പൂച്ചകളായിട്ടും ഞാനൊരു ജീവികളെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആലോചിച്ചിട്ടുള്ളത്, നമ്മളും അവരും തമ്മിലുള്ള ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുള്ളത്, അവർക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെ വേണ്ട. ഈ നമ്മളുടെ മനുഷ്യൻ്റെ ഒരു തെറ്റിദ്ധാരണ, മനുഷ്യരുടെ സ്നേഹം മനുഷ്യന് കുറച്ച് മതി, ബ്രെയിനിന് അധികം വേണ്ട. കുറച്ച് സ്നേഹം ആവശ്യമുള്ളൂ. കുറച്ച് ഏരിയകളെ മാത്രമേ, നമ്മുടെ ബ്രെയിനിലെ കുറച്ച് ഫാക്കൽറ്റിയെ മാത്രമേ ഫുൾഫിൽ ചെയ്യാൻ മനുഷ്യ സ്നേഹത്തിന് കഴിയൂ. പക്ഷെ മനുഷ്യൻ വിചാരിക്കുന്നത് മനുഷ്യർ മുഴുവൻ നമ്മളെ സ്നേഹിച്ചാൽ നമ്മളങ്ങ് ഹാപ്പി ആവുന്ന. മനുഷ്യൻ്റെ സ്നേഹം സീക്ക് ചെയ്യുന്നു, മനുഷ്യരുടെ സ്നേഹം മാത്രം അന്വേഷിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരിമിതി. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി, മനുഷ്യനും തമ്മിൽ ഒരുപാട് കണക്റ്റഡായിട്ട് ജീവിച്ചവരല്ല നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞിരുന്ന ആളുകളാണ്. കൃഷി തുടങ്ങിയതിന് ശേഷമാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ ഒപ്പം നിർബന്ധിതമായി നിർത്തേണ്ട ഒരു അനിവാര്യത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ സ്നേഹത്തെ പൊലിപ്പിച്ച് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നിടത്തെ ജീവിതമുള്ളൂ എന്ന് മനുഷ്യനിൽ മാത്രം ഉടക്കി നിന്നുപോയി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. തീർച്ചയായിട്ടും മനുഷ്യരെ സ്നേഹിക്കുകയും മനുഷ്യരാൽ സ്നേഹിക്കപ്പെടുകയും വേണം. പക്ഷേ അത് ചെറിയൊരിടത്തെ മാത്രമേ ഫുൾഫിൽ ചെയ്യുള്ളൂ. ഇത് മറ്റ് ജീവികൾക്ക് കൃത്യമായിട്ടറിയാം. ഒരു ജീവിയെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ സ്നേഹം അവർക്ക് ആവശ്യമില്ല. ബാക്കി സമയം മുഴുവൻ അവരൊറ്റയ്ക്കാണ്. അവർ നേച്ചറുമായിട്ട് അവരുടെ കൂട്ടത്തിലുള്ളവരുടെ കൂട്ടത്തിൽ പോലുമല്ല. ഒരു പൂച്ച എപ്പോഴും പൂച്ചകളുടെ കൂടെയല്ല, ഒരു നായ എപ്പോഴും നായകളുടെ കൂടെയല്ല. കുറച്ച് സമയം ചെലവഴിച്ച് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പേസിൽ പോയി തനിയെ കഴിയും. ആവശ്യം വരുമ്പോൾ മാത്രം മനുഷ്യരിലേക്കായാലും ആ ജീവികളിലേക്കായാലും വരും. ഇത് എന്തുകൊണ്ടായിരിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കവിതയിലൂടെയും ആശയങ്ങളിലൂടെയും ചിന്തകളിലൂടെയും ഒക്കെ നമ്മൾ എന്താണ് ഈ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യനിൽ മാത്രം ഉടക്കി നിൽക്കുന്ന ബോധത്തിൽ നിന്നുള്ളൊരു മുക്തി കൂടി നമ്മൾ തേടുന്നുണ്ട്, സംഗീതത്തിലൂടെ ആയാലും.
അതുകൊണ്ട് ഈ മനുഷ്യനിൽ മാത്രം സ്നേഹത്തെയും സൗഹൃദത്തെയും സാഹോദര്യത്തെയും തേടുന്ന നമ്മളുടെ ബോധത്തെ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെടിയിലേക്കും പൂച്ചയിലേക്കും ആകാശത്തിലേക്കും നക്ഷത്രങ്ങളിലേക്കും കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഗുരുനിത്യയെ ഒരാൾ വിളിച്ചിട്ട് ഭയങ്കര ഡിപ്രഷനാണ്, മനസ്സ് വളരെ അസ്വസ്ഥതയാണ്, ശരീരത്തിന് എങ്ങോട്ടേക്കും ഇളകാൻ തോന്നുന്നില്ല, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് എഴുതിയൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്ന് പറയുന്നത് കോടാനുകോടി വർഷങ്ങൾ യാത്ര ചെയ്ത ജീനുകളുടെ സംഘാതമാണ്. നിരന്തരമായി യാത്ര ചെയ്ത് ശീലിച്ച ആറ്റംസിൻ്റെ അല്ലെങ്കിൽ ജീനുകളുടെ സംഘാതത്തെ നിങ്ങൾ ഒരു സ്ഥലത്ത് തളച്ചിട്ടാൽ അതെങ്ങനെ സ്വസ്ഥമാകും? അതുകൊണ്ട് നിങ്ങൾ സ്ഥിരം കാണുന്ന മനുഷ്യരിൽ നിന്ന്, സ്ഥിരം കാണുന്ന ഇടത്ത് നിന്ന്, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ മതിൽ കെട്ടി അകത്താക്കിയ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വെറുതെ ഒരു 2 കിലോമീറ്റർ നടന്നു വരൂ. നിങ്ങളുടെ ആലസ്യം മാറി അവിടെ സരസത വരും. കാരണം നമ്മളുടെ ശരീരം തന്നെയാണ് കേട്ടോ അദ്ദേഹം ഉപയോഗിക്കുന്നത്, മനസ്സെന്നല്ല. നമ്മളുടെ ശരീരം എപ്പോഴും അന്വേഷിക്കുന്നത് സദാ പരിചിതമായ ലോകത്ത് തങ്ങി നിൽക്കാതെ ഇടയ്ക്കൊക്കെ അപരിചിതമായ ലോകത്തേക്ക് സഞ്ചരിക്കാനാണ്. ഈ അപരിചിതമായ ലോകം ഹിമാലയയും അമേരിക്ക ഒന്നുമല്ല, നമ്മളുടെ വീടിൻ്റെ മതിലിൻ്റെ പുറമാണ്. വെറുതെ നമ്മളുടെ ശരീരത്തെ എവിടേക്കെന്നില്ലാതെ മനുഷ്യരെ നോക്കാതെ, മനുഷ്യർക്ക് ഐ കോണ്ടാക്റ്റ് കൊടുക്കാതെ അലയാൻ വിട്ടാൽ റിലാക്സ്ഡ് ആവുന്ന ഇടങ്ങളാണ് നമ്മളുടെ പല സമ്മർദ്ദങ്ങളും. പക്ഷെ നമ്മളെപ്പോഴും നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ മനുഷ്യരിൽ മാത്രം തേടുന്നു എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം. അതുകൊണ്ട് ഇത്തരം ജീവികൾ ഇപ്പോൾ ഹിമാലയത്തിലേക്കൊക്കെ, ഇപ്പോൾ യമുനോത്രിയിലേക്ക് പോകുമ്പോൾ ഞാനിതാണ് ആലോചിക്കുന്നത്, ഞങ്ങൾ 14 കിലോമീറ്റർ കയറി വേണം മുകളിലേക്കെത്താൻ. തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങളുടെ കൂടെ ഒരു നായയുണ്ട്. ഈ നായ കുറേ മുൻപോട്ട് ഓടും, പിന്നെ തിരിച്ചു വരും, വഴി ക്ലിയർ ചെയ്ത് തരിക. ഇത് എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. സാധാരണ ഈ യാത്രാ വിവരണം എഴുതുന്ന ആളുകളുടെ ഒരു പ്രശ്നം, ഇതെന്തോ ഒരു യോഗി വേഷം മാറി വന്ന് ഞങ്ങളെ സഹായിച്ചു എന്നൊക്കെ എഴുതി കളയും. ഒരുവിധം ഹിമാലയത്തിൽ പോകുന്ന ആളുകളുടെ കൂടെയൊക്കെ ഈ നായകളുണ്ടാവും. പിന്നെ നായകളുടെ എണ്ണം കുറവായതുകൊണ്ട് എല്ലാവരുടെയും കൂടെ ഉണ്ടാവില്ല, ആദ്യം പോകുന്ന കുറച്ച് പേരുടെ കൂടെ ഉണ്ടാവും. ഇത് എല്ലാറ്റിനും യോഗി വേഷം മാറി വരണം. നായ്ക്കളുടെ അത്ര മഹാത്മാക്കളായ യോഗിമാരൊന്നുമില്ല, അതിന് വേഷം മാറേണ്ട കാര്യമില്ല, പൂച്ചയെ പോലെ നായയെയും പോലെയൊന്നും. അത് നമ്മൾ പോകുമ്പോൾ പിന്നാലെ വരും അവർ. ആ അറ്റത്തെത്തിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. ഇത് ഞാൻ ആലോചിച്ചിട്ടുള്ളത്, നമ്മളുടെ ഒരു സ്പർശം കിട്ടിയാൽ അവർ ഹാപ്പിയാണ്, ഒരു നിർബന്ധം അവർക്കില്ല. ഞാനൊരു സൂഫിയെ കണ്ടപ്പോൾ ആ സൂഫി എന്നോട് പറഞ്ഞത്, എടോ ഈ സൂഫികൾ എന്ന് പറഞ്ഞാൽ ഈ സൂഫിസം പറഞ്ഞ് നടക്കുന്നവരല്ല. സൂഫികൾ എന്ന് പറയുന്നത് പൈപ്പിലെ വെള്ളം പോലെയാണ്. പൈപ്പ് തുറന്നാൽ വെള്ളം താഴേക്കാണ് ഒഴുകുക, മുകളിലേക്കല്ല കയറുക. അതുപോലെയാണ് സൂഫികൾ. പകർന്നു കൊടുക്കലേ ഉള്ളൂ. പകർന്നു കൊടുക്കലിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് പറയുന്ന പേരാണ് സൂഫി. എത്ര കിട്ടിയാലും മതിവരാതിരിക്കുന്ന മനുഷ്യരെ പ്രതി നമ്മൾ സങ്കടപ്പെടണം. കാരണം മനുഷ്യൻ്റെ ജീനിൽ, അവൻ്റെ DNA-യിലുണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ് ആർജിച്ചു കൂട്ടുന്നിടത്താണ് സമാധാനം എന്നുള്ളത്. അതിന് വളരെ ജനിതകപരമായ കാരണങ്ങളുണ്ട്. നമ്മൾ ഈ ഫുഡ് ചെയിൻ്റെ മിഡിലായിരുന്ന കാലത്ത് വല്ലപ്പോഴൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടുക. വല്ല ജീവികളും കൊന്നിട്ട, ഹയനെ പോലെയുള്ള ജീവികൾ ഭക്ഷിച്ച് കളഞ്ഞ, ഒളിഞ്ഞിരുന്ന്, കാരണം മറ്റ് ജീവികൾക്ക് അന്നമായിരുന്നു നമ്മൾ. അങ്ങനെ പേടിച്ച് പോയിട്ടാണ് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ഓടി എവിടെയെങ്കിലും ഒളിക്കും. അപ്പോൾ വല്ലപ്പോഴും ഭക്ഷണം കിട്ടുമ്പോൾ പരമാവധി നമ്മൾ അകത്താക്കും. അങ്ങനെയാണ് നമ്മൾ ഫാറ്റുള്ളവരായത്. പരമാവധി ഭക്ഷണം കഴിക്കുക. അതുകൊണ്ടാണ് പണ്ടുണ്ടായൊരു മൂല്യമാണ് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ഇന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. കാരണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാലേ കുറേ ദിവസം പട്ടിണി കിടന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റും, ഭക്ഷണം കിട്ടിയില്ലെങ്കിലും. സത്യത്തിൽ നമ്മൾ കഴിക്കേണ്ടത് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാവൂ.
മറ്റ് ജീവികളൊക്കെ അങ്ങനെയാണ്. ഒരു ജീവിയും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കില്ല, നമ്മൾ മാത്രമേ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക. പക്ഷേ DNA-ക്ക് ഈ അറിവുണ്ടായിട്ടില്ല. ഫ്രിഡ്ജ് ഉണ്ടായതും നമ്മൾ കൃഷി കണ്ടുപിടിച്ചതും ഭക്ഷണം ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ സുലഭമായതൊന്നും DNA അറിഞ്ഞിട്ടില്ല. പുള്ളി ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ പട്ടിണിക്കാരാണെന്നും എന്ത് കിട്ടിയാലും ആർജിച്ച് കൂട്ടിക്കൊള്ളണമെന്നുമാണ്. അതുകൊണ്ട് ഈ ആർജിച്ച് കൂട്ടുന്നിടത്താണ് സ്വസ്ഥത, എൻ്റെ നിലനിൽപ്പ് എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ DNA-യിലുണ്ട്. അതിനെ നമ്മൾ ബുദ്ധി കൊണ്ട് തിരുത്തേണ്ടതുണ്ട്. ബുദ്ധി കൊണ്ട് തിരുത്തി നമ്മളോട് സമരം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ DNA-യോട് സമരം ചെയ്യണം. ആർജിച്ചു കൂട്ടുന്നിടത്തല്ല ലൈഫ് ഇരിക്കുന്നത്. ആർജിക്കും തോറും ഫിയർ കൂടുകയേ ഉള്ളൂ. ഷെയർ ചെയ്യുന്നിടത്താണ് ലൈഫ് ഇരിക്കുന്നത്. ഒരു പക്ഷേ ഈ ആ നായ നമ്മളുടെ കൂടെ ആ നായയുടെ ടൈം ഷെയർ ചെയ്ത് തിരിച്ചു വരുന്നിട്ട് ഒരു കിടപ്പുണ്ട്. ആ കിടപ്പിൽ ആ നായ അനുഭവിക്കുന്ന ഒരു ധന്യതയുണ്ട്. അത് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോഴും വാങ്ങുന്നവരുടെ കുറവും കൊടുക്കുന്നവരുടെ മഹിമയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴും കൊടുക്കുന്ന ആളാണ് വലിയ ആൾ, വാങ്ങുന്ന ആൾ ചെറിയ ആളാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹം വന്ന് നിറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്നേഹം വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഈ സ്നേഹം വന്ന് നിറഞ്ഞിരിക്കുന്ന നമ്മളുടെ മക്കളുടെ അടുത്തോ കാമുകിയുടെ അടുത്തോ ഭാര്യയുടെ അടുത്തോ നമ്മുടെ ഈ സ്നേഹം പകരാൻ ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയുകയാണെന്ന് കരുതുക, നിങ്ങളുടെ സ്നേഹം ഇപ്പം നമുക്ക് വേണ്ട. എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? നമ്മളുടെ സ്നേഹം സ്വീകരിക്കാൻ ഒരാളില്ലെങ്കിൽ പാതി വെന്ത അപ്പം മാത്രമാണ് നമ്മുടെ സ്നേഹം. ഒരിക്കലും നമുക്ക് സ്നേഹം അനുഭവിക്കാൻ കഴിയില്ല. പകർന്നു കൊടുക്കുന്നിടത്തും സ്വീകരിക്കാൻ ഒരാളുണ്ടെങ്കിലും മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ് സ്നേഹം. എന്നിട്ടും നമ്മൾ കൊടുക്കുന്ന ആൾ എന്തോ മഹാനാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. സ്വീകരിക്കാനുള്ള ആളില്ലെങ്കിൽ ഒരിക്കലും നമ്മളിലെ ഒന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. സോറി കേട്ടോ. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതുകൊണ്ട് ഈ ജീവികളിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്ന് പറയുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്താണ്, ആർജിച്ചു കൂട്ടുന്നിടത്തല്ല, ഷെയർ ചെയ്യുന്നിടത്താണ് ലൈഫ് എന്നുള്ളതാണ് ജീവിയിൽ നിന്ന് പഠിച്ചത്. നമസ്കാരം. സർ, നമുക്ക് സമയബന്ധിതമായി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾക്ക് അറിയാനും നമ്മൾക്ക് തന്നെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനൊക്കെ ഉണ്ട്. കാരണം ഞാൻ പ്രധാനപ്പെട്ട വേറെ 2-3 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. ഞാനത് ചോദിക്കുന്നില്ല, കാരണം സംഘാടകർ സമയത്തിൻ്റെ പരിമിതി അറിയിച്ചിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾക്കറിയാം, യാത്ര എന്ന് പറയുന്നതും ആത്മീയത എന്ന് പറയുന്നതും എന്തായാലും ഒരു ആത്മീയ വിചാരമുള്ള ആൾ. ഇപ്പോൾ ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മളതിനെ വല്ലാതെയൊന്നും അങ്ങോട്ട് വേറെ എന്തോന്നും വിചാരിക്കേണ്ട. നമ്മൾക്ക് സന്തോഷവും സൗന്ദര്യമൊക്കെ അനുഭവിക്കാൻ പറ്റുന്നൊരു മാനസിക ബോധത്തിൻ്റെ പേര് കൂടിയാണ് ആത്മീയത. അത് യാത്രയിലൂടെ വ്യത്യസ്തമായ രീതിയിൽ ഓരോരുത്തരിലേക്കും വന്നു ചേരും. അത് നമുക്ക് ഇപ്പോൾ ഭൂമിയെ അറിയുക എന്ന് വെച്ചാൽ ഭൂമിയിലൂടെ നടക്കാൻ പഠിക്കുകയാണെന്ന് ഒക്ടോവിയോ പാസിൻ്റെ ഒരു കാവ്യമൊഴിയുണ്ട്. ഭൂമിയെ പഠിക്കുക എന്നാൽ ഭൂമിയെ അറിയുക എന്നാൽ ഭൂമിയിലൂടെ നടക്കാൻ പഠിക്കുകയാണെന്ന്. അതുതന്നെയാണ് യാത്രയുടെ ആത്മീയത. സമയം വളരെ വൈകി. ഇതെന്തായാലും സദസ്സിൻ്റെ ചില അന്വേഷണങ്ങളുണ്ടാകും. അതിനു വേണ്ടിയിട്ട് സമയം അവർക്കായി നീക്കിവെക്കുന്നു. ഓക്കെ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംശയങ്ങൾ ചോദിക്കാം. സാറേ, എൻ്റെ പേര് രാജലക്ഷ്മി എന്നാണ്. ഞാനിപ്പോൾ സാറ് പറഞ്ഞ പ്രഭാഷണം മുഴുവനായിട്ട് കേട്ടു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കും പിന്നെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇന്ത്യക്കകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം യാത്ര ചെയ്ത ഒരാളാണ്. യാത്രാ വിവരണം എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ സാറിപ്പോൾ പറഞ്ഞ പോലെ സ്നേഹം എന്ന് പറഞ്ഞ ആ ഒരു വികാരം എനിക്ക് കേരളത്തിലുടനീളം സഞ്ചരിച്ചപ്പോൾ തോന്നി, നമ്മുടെ നാട്ടുകാർക്ക് യാതൊരു ബഹുമാനമില്ലാത്തവർ. ഒന്ന് ചിരിച്ചാൽ പോലും നമ്മളോട് എതിരായിട്ടൊന്ന് നേരെ നോക്കി ഒന്ന് ചിരിക്കാൻ സമയം കാണിക്കാത്തവരാണ്. അപ്പോൾ പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി നമ്മളിങ്ങോട്ട് ബഹുമാനത്തോടെ സംസാരിക്കും. നമ്മുടെ ഈ പിന്നെ മൂലച്യുതി എങ്ങോട്ട് പോയി എന്നാണ് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് ആ യോഗിയുടെ കാര്യം പറഞ്ഞ് വല്ലാതെ വിഷമം തോന്നി. നമ്മളെന്നാണ് അവിടത്തേക്ക് എത്തുക എന്നാണ് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്. എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ലോകത്ത് തന്നെ ഇത്രയും മൂല്യബോധമുള്ള ഒരു സമൂഹം
കേരളത്തിലുള്ളതുപോലെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് അതിന് ഉത്തമ ഉദാഹരണമാണ് പ്രളയം. ലോകത്ത് ഒരുപാട് നമ്മൾ കേരളത്തിലൊരു പ്രളയം ഉണ്ടായി. ലോകത്ത് പലയിടത്തും പല ദുരന്തങ്ങളും ഉണ്ടായത് നമ്മൾ കണ്ടു. പക്ഷേ ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടത് കേരളത്തിലൊരു പ്രളയം ഉണ്ടായ സമയത്ത് ഗവൺമെൻറ് മാത്രമല്ല, ഓരോ വീട്ടിലെ ഓരോ മനുഷ്യനും അപ്പുറത്തിരിക്കുന്ന മനുഷ്യർക്ക് തന്നിലുള്ളത് എത്തിച്ചു കൊടുക്കാൻ നടത്തിയിട്ടുള്ള ഒരു പരിശ്രമമുണ്ട്. അതൊരു പക്ഷേ ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊരു ചിരിക്കുന്നത് ചേർത്ത് പിടിക്കുന്നത് മാത്രമല്ല. ഇപ്പം ഞാൻ ഇന്ത്യയിൽ മുഴുവൻ പല തവണ യാത്ര ചെയ്തിട്ടും ഇത്രയും ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇത്രമാത്രം ഉറക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സമരം ചെയ്യുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹികത ഇന്ത്യയിലെവിടെയുമില്ല. അതുകൊണ്ട് ഈ കരുതൽ എന്ന് പറയും, ഇപ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ സെൻ്ററുകളിലൂടെ നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. രോഗം ബാധിച്ച് വീട്ടിൽ കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്ന യുവാക്കളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഇത്രമാത്രം ആഴത്തിലുള്ള കൂട്ടായ്മയുള്ള ഒരു സംസ്ഥാനം വേറെ എവിടെയുമില്ല. പക്ഷേ ഒരു കാര്യം, നമുക്ക് എന്തുകൊണ്ടാണ് എന്താണ് കേരളത്തിൽ ഇത്ര മൂല്യമില്ലാത്തതെന്ന് തോന്നാൻ കാരണം, ഏറ്റവും വെളിച്ചമുള്ളിടത്താണ് മൂല്യച്യുതിയെക്കുറിച്ചിട്ടുള്ള ബോധം കൂടുതലുണ്ടാവുക. അത്രമാത്രം മൂല്യബോധമുള്ള ഒരു സമൂഹമായതുകൊണ്ടാണ് ചെറിയൊരു മൂല്യച്യുതി പോലും നമുക്ക് താങ്ങാൻ പറ്റാത്തത്. ബാക്കിയുള്ളിടത്തൊക്കെ മൂല്യച്യുതി ഒരു സ്വാഭാവിക ജീവിതാവസ്ഥ ആയിരിക്കുമ്പോൾ ഇവിടെ മൂല്യച്യുതി നമുക്ക് താങ്ങാൻ പറ്റാത്ത അസ്വസ്ഥതയാണ്. അത് നമ്മുടെ വെളിച്ചത്തിൻ്റെ ലക്ഷണമാണ്. നമസ്കാരം. യാത്ര ചെയ്യുമ്പോൾ, എൻ്റെ പേര് നിസാറാണെന്ന്, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഭൂപ്രദേശങ്ങൾ താണ്ടുമ്പോൾ ഭാഷകൾ, സംസ്കാരങ്ങൾ ഒക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാം. സാറ് ഈ യാത്രകൾ ചെയ്യുമ്പോൾ മനുഷ്യനിൽ കോമണായിട്ട് കണ്ട ഒരു കാര്യം എന്താണെന്ന് പറയാം? കോമണായിട്ട് കണ്ടത് ഈ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായി അവനവനിൽ കേന്ദ്രമായി ജീവിക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ളതാണ്. എൻ്റെ കോറിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനിൽ മാത്രം സെൻറ്റേർഡായിട്ട് ജീവിക്കുന്ന, അവന് മാത്രം പ്രാധാന്യം കൊടുത്ത് അവൻ്റെ വിശ്വാസത്തിന്, അവൻ്റെ ചിന്തകൾക്ക്, അവൻ്റെ സംസ്കാരത്തിന്, അവൻ്റെ ഐഡിയോളജിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും അപ്പുറത്തിരിക്കുന്നതിനെ ഉൾക്കൊള്ളാൻ ഒരുപാട് പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ജീവി എന്നുള്ള നിലയിൽ അത് ലോകത്തെല്ലായിടത്തും മനുഷ്യരങ്ങനെയാണ്. അത് ഈ ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും തമ്മിലുള്ള ചർച്ച നടക്കുമ്പോൾ നിങ്ങൾ ഓഡിയൻസിനെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾ ഒരു വാദം പറഞ്ഞ് ഉറപ്പിക്കുമ്പോൾ ഒരു വിഭാഗം ആക്രോശിച്ച് കൈയടിക്കുന്ന ആളാണ്. ഇപ്പുറത്ത് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾ വിശ്വാസത്തിനെതിരെ പറഞ്ഞ് സ്ഥാപിക്കുമ്പോൾ ഇപ്പുറത്തും ആക്രോശിച്ചൊരു കൂട്ടം കൈയടിക്കുന്ന ആളാണ്. രണ്ടുപേരും ഒരൊറ്റ കൂട്ടമാണ്. അപ്പോൾ മനുഷ്യനിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ടെങ്കിലും താൻ മാത്രമാണ് ശരിയെന്ന് ഉറപ്പിക്കുന്ന ഒരു ധാർഷ്ട്യം അവനെ ഭരിക്കുന്നു എന്നതാണ് മനുഷ്യനിൽ കോമൺ ആയിട്ടുള്ള ഒരു ഘടകം. നമസ്കാരം. യതിയെ തൊട്ട ഒരാളെ കണ്ടതിലുള്ള സന്തോഷമാണ്. വായിച്ചിട്ടുണ്ട്, ഈ അനുഭവം എഴുതിയത് വായിച്ചിട്ടുണ്ട്, പുസ്തകം വായിച്ചിട്ടില്ല. ഒരൊറ്റ ചോദ്യമാണ്. പറഞ്ഞ ആത്മീയതയുടെ ജനിതകപരത എന്നതുകൊണ്ട് എന്താണ് സൂചിപ്പിച്ചത്? ബയോളജിക്കൽ ആണോ അതോ അഷിതയും ഷൗക്കത്തും അടക്കം പറയുന്ന അപൂർവജന്മപരതയാണോ, പൊതു ആയിട്ടുള്ള അതാണോ ഉദ്ദേശിച്ചത്? ഒന്ന് വിശദീകരിക്കണം. ആത്മീയതയുടെ ജനിതകപരത പറഞ്ഞല്ലോ, ആത്മീയത ജനിതകപരവും കൂടിയാണെന്ന് നേരത്തെ പറഞ്ഞതിനിടയിൽ പറഞ്ഞല്ലോ. അത് ഒരു ബയോളജിക്കലാണോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം അഷിതയൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഷൗക്കത്തും മുമ്പ് എഴുതിയതുപോലെ ഉള്ള പൂർവജന്മപരമായ ഒരു ബന്ധമാണോ സൂചിപ്പിക്കുന്നത്? നമ്മൾ ഈ ജെനറ്റിക്സ് തന്നെയാണ് ഈ പൂർവജന്മം എന്ന് നമ്മൾ പറയുന്നത്. എല്ലാം ബയോളജിക്കലാണ് ശരിക്കും. പണ്ട് നമ്മൾ ബയോളജി സൂക്ഷ്മമായിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നതുകൊണ്ടാണ് ബയോളജിയും സൈക്കോളജിയും ന്യൂറോളജിയൊക്കെ വേറെ വേറെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നത്. എൻ്റെ ശരീരം, മനസ്സ്, ബുദ്ധി എന്ന് പറയുന്ന വിഭജനമൊന്നുമില്ല. അടിസ്ഥാനപരമായി ഉള്ളത് ഭൗതികതയാണ്. ആ ഉള്ളതിനെ, ആ ഭൗതികത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഉള്ളത് എന്നാണല്ലോ. ആ ഉള്ളതിനെ സൂക്ഷ്മമായും വിശാലമായും
കരുണയോടെയും അനുഭവിക്കുന്നതിന് പറയുന്ന പേരാണ് സ്പിരിച്വാലിറ്റി എന്ന്. അത് ബയോളജിക്കലി തന്നെയാണ്. ഇപ്പം ഞാൻ മാഷെ ഇങ്ങനെ തൊടുന്നിടത്താണ് സ്പിരിച്വാലിറ്റി, തൊടുന്നതിനെക്കുറിച്ച് വർത്തമാനം പറയുന്നിടത്തല്ല. നമസ്കാരം. ഹലോ, ഈ സെഷന് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇസ്മായിൽ ചില്ലയെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നന്ദി ഷൗക്കത്ത് സർ. ഇത്രമാത്രം ട്യൂൺ ചെയ്യപ്പെട്ട ഒരു ജീവിതത്തിനുടമയായിട്ടുള്ള അങ്ങയുടെ സത്യവാക്കുകൾക്ക് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘാടക സമിതിയുടെ പ്രത്യേക നന്ദി. ചേർത്ത് പിടിക്കലിൻ്റെയും പകർന്നു നൽകലിൻ്റെയും ഒരു പുതിയ രീതിശാസ്ത്രം ഞങ്ങൾക്ക് പകർന്നു നൽകുന്നതിന് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് അവനവനിൽ നിന്ന് ഇറങ്ങി നടക്കാം, അവനവനിലേക്ക് നടക്കാം എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ ഈ സെഷൻ മതിയാകാതെ വന്നു എന്ന് പോലും തോന്നിപ്പിക്കുന്ന അങ്ങയുടെ കൂട്ടിനെ, യതിയോടത്തുള്ള അനുഭവം, അതേപോലെ സൂഫി മാഷെ പോലെയുള്ള നല്ലൊരു സുഹൃത്ത്, തീർച്ചയായിട്ടും അങ്ങയുടെ ഈ സെഷന് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘാടക വേദിയുടെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ യോഗ സെഷന് സ്വാഗതം പറഞ്ഞ കളത്തിൽ പീതാംബരൻ സാർ, ഈ സെഷനിൽ ബഹുമാന്യനായ ഷാക്കുത്തോടൊപ്പം വേദി പങ്കിട്ട പ്രിയ കവി KT സൂപ്പി സാർ, ഈ പ്രിയപ്പെട്ട സഹൃദയർക്ക് എല്ലാവർക്കും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘാടക വേദിയുടെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു.